ശേഷം ക്രിക്കറ്റ് താരം ശ്രീശാന്ത് മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ സംപ്രേഷണത്തിലേക്ക്. ഈ വിധി എത്രത്തോളം സന്തോഷത്തോടെയാണ് കാണുന്നത്? കാരണം ഇതൊരു വലിയ ടാസ്ക് തന്നെയായിരുന്നു. ഇത് അച്ചീവ് ചെയ്യുമോ അല്ലെങ്കിൽ ഇത് മറികടക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നോ ഈ ഒരു വിധി വരുന്നതുവരെ? തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട് ഇത്രയും നല്ലൊരു വിധി വന്നത്. കേരള ഹൈക്കോടതി വളരെ നന്ദി, എസ്പെഷ്യലി ശിവമർദ്ദൽ സാർ. കാരണം ഇത്രയും ഒരു ഡിഫിക്കൽട്ട് കേസായിരുന്നു, അതും ഇത്രയും വലിയൊരു അസോസിയേഷൻ്റെ എതിരെ. അപ്പോൾ വളരെ അധികം സന്തോഷവും അഭിമാനവും തോന്നുന്നു. കാരണം ഇത്രയും നാൾ വെയിറ്റ് ചെയ്താലും നല്ല പേഷ്യൻസോടുകൂടി വെയിറ്റ് ചെയ്യാൻ പറ്റി. പിന്നെ എല്ലാവരുടെയും പ്രാർത്ഥന, പിന്നെ കുറേ പേര് എന്നെ സപ്പോർട്ട് ചെയ്തിരുന്നു, അവരോടൊക്കെ വളരെയധികം നന്ദിയുണ്ട്. ശ്രീശാന്ത് ഇന്ത്യൻ ടീമിൽ കളിക്കുന്ന ദിനങ്ങൾ വൈകാതെ എത്തുന്നുള്ള പ്രതീക്ഷ ഇപ്പോഴും സ്വപ്നം മുന്നിലുണ്ടോ? തീർച്ചയായിട്ടും എനിക്ക് ഐ ആം ഓൺലി 34, അപ്പോൾ തീർച്ചയായിട്ടും ഒരു 6 to 8 years ഇനിയും ക്രിക്കറ്റ് കളിക്കാൻ പറ്റും. ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്ത് ദൈവാനുഗ്രഹം കൊണ്ട് നല്ലോണം ഫിറ്റ്നസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ബാക്കി ഇനി പെർഫോമൻസ് ആണ്, നല്ലോണം പെർഫോം ചെയ്യണം. പിന്നെ കേരള ക്രിക്കറ്റ് അസോസിയേഷനും എല്ലാവരുടെയും ഇനി നല്ല സപ്പോർട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നല്ലോണം നല്ല ടീം ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്കിനി ക്ലബിലും ലെവലിലും സ്റ്റേറ്റ് ലെവലിൽ നല്ലോണം പെർഫോം ചെയ്യണം. അതിന് വളരെയധികം പറ്റുമെന്ന് തന്നെയാണ് വിശ്വാസം. പക്ഷേ KC ആണ് അക്കാര്യത്തിൽ തീരുമാനം പറയേണ്ടത്. അത് സെലക്ടേഴ്സ് ആൻഡ് KC ആണ്. അതിൽ ഞാൻ പേഷ്യൻസോടുകൂടി വെയിറ്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഞാൻ എൻ്റെ ട്രെയിനിങ് എൻ്റെ കയ്യിൽ നിന്നും ചെയ്യാന്നുള്ളതെല്ലാം ചെയ്തിട്ടുണ്ട്. ബാക്കി ഇനി ഗോഡ്സ് ഗ്രേസ്. അടുത്ത ആദ്യത്തെ ലക്ഷ്യം എന്താണ്? എത്രയും പെട്ടെന്ന് ഞാൻ പറഞ്ഞില്ല, എൻ്റെ മാച്ച് ഫിറ്റ്നസ് കംപ്ലീറ്റ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ മാച്ച് ഫിറ്റ്നസ് വീണ്ടെടുത്ത് എനിക്ക് തോന്നുന്നു ബുച്ചി ബാബു കേരള കളിക്കുന്നുണ്ട്, മോയിനുദ്ദുള്ള കളിക്കുന്നുണ്ട്, അപ്പം രഞ്ജി ട്രോഫി വരുന്നുണ്ട്. അപ്പം എത്രയും പെട്ടെന്ന് ആ സെലക്ഷൻ പ്രോസസ്സിൽ വരികയും ഡേവ് വാട്ട്മോർ സാറാണ് കോച്ച്. അപ്പം ഡേവ് വാട്ട്മോർ സാറിൻ്റെ അടുത്ത് എനിക്ക് സംസാരിക്കാൻ പറ്റിയിരുന്നു. അപ്പം സാറും ഇപ്പോഴും ബോളേഴ്സ് ഉണ്ട്, പക്ഷേ ശ്രീശാന്ത് ഫിറ്റായി ശ്രീശാന്തിനെ പോലെ ബോൾ ചെയ്യാൻ പറ്റിയ എപ്പോഴും വെൽക്കം ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇന്ന് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞാനും പറഞ്ഞത് എൻ്റെ ബാൻ മാറി കഴിയുമ്പോൾ ഗോഡ്സ് ഗ്രേസ് ഐ വിൽ ബി ബാക്ക് എന്നാണ് പറഞ്ഞത്. അപ്പം ഇനി എൻ്റെ അടുത്ത കടമ എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് കേരള ടീമിൽ കളിക്കുകയും കേരളത്തിന് വേണ്ടി നല്ലോണം പെർഫോം ചെയ്ത് സൗത്ത് സോൺ അങ്ങനെ വീണ്ടും എൻ്റെ സെയിം സ്റ്റാർട്ടിങ് ഫ്രോം ദ സ്ക്രാച്ച്. ഇനി 5 മാച്ചേ ബാക്കിയുള്ളൂ. അത് ഇനി വിസയും അതിൻ്റെയൊക്കെ പെർമിഷൻ അനുസരിച്ച്. നിലവിൽ ഇന്ത്യൻ ടീമിൽ ബോളേഴ്സിന്റെ കാര്യത്തിൽ കോൺഫിഡൻസ് ആണ്. തീർച്ചയായിട്ടും ഒരു സാഹചര്യത്തിൽ എത്രത്തോളം വെല്ലുവിളി ഉണ്ടാവും? ഇന്ത്യൻ ടീം വളരെ നല്ലോണം പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ അധികം മുന്നോട്ട് ആലോചിക്കുന്നില്ല. എൻ്റെ ഫസ്റ്റ് കടമ എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതത്തിൻ്റെ ഒരു എത്രയോ മലയാളികളും എത്രയോ ആളുകളും ഞാനും എൻ്റെ ചെയ്യാത്ത തെറ്റിന് വേണ്ടിയും കൂട്ടുകാരും എല്ലാവരും കുറേ കാര്യങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. അപ്പം അതിനുള്ള ഏറ്റവും വലിയൊരു എന്താ പറയുന്ന ഒരു ആശ്വാസമാണ് ഇന്ന് കിട്ടിയത്. അപ്പോൾ ഇന്ത്യൻ ടീമിനെ കുറിച്ച് ഇനിയിപ്പോൾ ആലോചിക്കുന്നില്ല. തീർച്ചയായിട്ടും പെർഫോമൻസ് ചെയ്യണം, ഫിറ്റ്നസ് വീണ്ടെടുക്കണം. അപ്പോൾ എൻ്റെ ഫസ്റ്റ് കടമ ദൈവത്തിനോട് നന്ദി പറയും, എൻ്റെ കൂടെ നിന്നവരോടും എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും നന്ദി പറയുകയാണ്. പ്ലസ് തീർച്ചയായിട്ടും അച്ഛനമ്മ ആരോടൊക്കെ നന്ദി പറഞ്ഞാൽ എനിക്ക് തന്നെ അറിയില്ല, അത്രയും ആളുകൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വളരെ വളരെ നന്ദി. ഞാൻ ഞാനിപ്പോൾ ഈ ഒരു അവസരത്തിൽ ആരുടെയും എതിരെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അവർക്കും അവരുടേതായ കാരണങ്ങളുണ്ടാവും, അവരുടേതായ രീതികളുണ്ടാവും. പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ടും എനിക്ക് തോന്നുന്നു ശിവമർദ്ദൽ സാറും എല്ലാവരും കൂടെ നല്ല എഫേർട്ട് കൊണ്ടും പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു അവസരത്തിൽ അജിത് സാറിനെ കുറിച്ചും എനിക്ക് പറയേണ്ടത്. കാരണം ഇത്രയും നല്ല സപ്പോർട്ടും പിന്നെ ഫുൾ ഫാമിലി. അപ്പം ഞാൻ ആരെയും എതിരെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഈ അവസരത്തിൽ അവരുടേതായ കാര്യങ്ങളുണ്ടാവും. ഇനി എന്തായാലും ദൈവാനുഗ്രഹം കൊണ്ട് ഇന്ന് എല്ലാം തെളിഞ്ഞു. അതുകൊണ്ട് ഇനിയെങ്കിലും മുന്നോട്ട് വന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. IPL ഓപ്ഷനിൽ ശ്രീശാന്തിന്റെ ഒരു പേര് പറയുന്ന ഒരു ദിവസം പ്രതീക്ഷിക്കുന്നുണ്ടോ വൈകാതെ? ദൈവമേ, ഞാൻ എൻ്റെ കേരള രഞ്ജി ട്രോഫി കളിച്ച് പെർഫോം ചെയ്യട്ടെ. ഞാൻ പെർഫോമൻസ് വെച്ചാണ് ഇതുവരെ കളിച്ചിട്ടുള്ളൂ. ഞാൻ ആരുടെയും എന്താ പറയുന്ന സപ്പോർട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും മുന്നോട്ടും എല്ലാം ഫ്യൂച്ചറിൽ എന്ത് വേണം നടക്കട്ടെ. ഇപ്പോൾ തൽക്കാലം വളരെയധികം സന്തോഷമുണ്ട്. വീണ്ടും ഒരു ജീവിതത്തിലേക്ക് എൻ്റെ ജീവിതമായ ക്രിക്കറ്റിലേക്ക് തിരിച്ചു വരാൻ പറ്റും. ദേശീയ ഭാരവാഹികൾ ആരെങ്കിലും കാണാൻ ശ്രമിക്കുന്നുണ്ടോ ഈ ദിവസങ്ങളിൽ? ഞാനിപ്പോൾ കോടതിയിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ബാക്കി എല്ലാവരും ഇപ്പോൾ കാണുന്നുണ്ടാവും. നിങ്ങളുടെ എല്ലാവരോടും വളരെ വളരെ നന്ദി. താങ്ക് യു വെരി മച്ച്.